നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. പഴയങ്ങാടി കോഴി ബസാർ പാലത്തിനു സമീപം കാറിടിച്ച് തമിഴ് ബാലൻ മരിച്ചു. 2 പേർക്ക് പരിക്ക്. പ്രതിരോധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും രീതികൾ പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചുവെന്ന് ജോൺ ബ്രിട്ടാസ്. ആർത്തവ രക്തത്തിനു വേണ്ടി കലാപം സൃഷ്ടിക്കുമ്പോൾ സ്വയം പരിഹാസ്യരാവുകയാണ് നാം എന്നും ബ്രിട്ടാസ്. സംസ്ഥാന കായകൽപ്പം അവാർഡിൽ മികച്ച നേട്ടവുമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. സബ് ജില്ലാ തലത്തിൽ 2ാം സ്ഥാനമാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചത്. ഖാദി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ മാസം 11-ന് തിരുവനന്തപുരത്ത് ഖാദി ബോർഡ് യോഗം ചേരും. ഖാദി മേഖല നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് യോഗത്തിൽ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. തലമുറകളായി കൈവന്ന ചൂതുമാച്ചി നിർമ്മാണം തുടരുകയാണ് അന്നൂരിലെ KV ലക്ഷ്മി എന്ന 83-കാരി. അന്യം നിന്നു പോകുന്ന ചൂതുമാച്ചി നിർമ്മാണത്തിൽ അഗ്രഗണ്യാണ് ഈ അമ്മൂമ്മ. വാർത്തകളിലേക്ക് വിശദമായി. പഴയങ്ങാടി കോഴി ബസാർ പാലത്തിനു സമീപം കാറിടിച്ച് തമിഴ് ബാലൻ മരിച്ചു. 2 പേർക്ക് പരിക്ക്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. വൈകിട്ട് 4 മണിയോടെയായിരുന്നു നാടിനെ നടുക്കി അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തു നിന്നും വന്ന കാർ സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം റോഡരികിൽ നിൽക്കുകയായിരുന്ന കുട്ടികളുടെ ദേഹത്തേക്ക് ഇടിക്കുകയായിരുന്നു. തമിഴ്നാട് സ്വദേശി ശ്രീനാഥ് 6 വയസ്സ് സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി ലഗേഷ് 9 വയസ്സ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ. ആ കാറും അതിന്റെ വെള്ളം പോയിട്ട് കുഞ്ഞിനെ 2 അടിച്ചിട്ട് ഒരു കുഞ്ഞി കാറിനുള്ളിലായി. മറ്റേ കുഞ്ഞി തെറിച്ച് വീണപ്പോ ഞാൻ എടുത്ത് ഓട്ടോയിൽ ഇട്ട് കൊടുത്തു. അപ്പൊ ഞാൻ നോക്കുമ്പോ കാർ അങ്ങോട്ട് എടുക്കുമ്പോ മറ്റേ കുഞ്ഞിനെ കണ്ട് അതിന് എടുത്ത് മുതുകുഞ്ഞിക്ക് വെള്ളം കൊടുത്തു. ഞാൻ മറ്റേ കുഞ്ഞി വെള്ളം കുടിച്ചിട്ടില്ല. എന്താ നടക്കാറില്ല. അപകടത്തിൽ പരിക്കേറ്റ പഴയങ്ങാടി പ്രതിഭ ടാക്കീസിന് സമീപത്തെ പ്രഭൂസ് സൈക്കിൾ ഷോപ്പ് ഉടമ രാജേന്ദ്രൻ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തെ തുടർന്ന് നിരവധി പേർ കോഴി ബസാറിൽ തടിച്ചുകൂടി. പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തമിഴ് കുടുംബത്തിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടവർ. പൊങ്കൽ ആഘോഷിക്കാൻ വെള്ളിയാഴ്ച രാത്രി തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കാനിരിക്കെയാണ് കുട്ടികൾ അപകടത്തിൽപ്പെടുകയും ഒരാൾ മരിക്കുകയും ചെയ്തത്. നികേഷ് താവം, പഴയങ്ങാടി. ഓർമ്മകളുടെ പടവിറങ്ങി അഞ്ജനപ്പുഴയുടെ കഥ പുറത്തിറങ്ങി. പ്രമുഖ മാധ്യമപ്രവർത്തകൻ PV കുട്ടൻ രചിച്ച പടവിറങ്ങി അഞ്ജനപ്പുഴയിലേക്ക് പ്രകാശനം ജോൺ ബ്രിട്ടാസ് നിർവഹിച്ചു. പ്രതിരോധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും രീതികൾ പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചുവെന്ന് ജോൺ ബ്രിട്ടാസ്. ആർത്തവ രക്തത്തിനു വേണ്ടി കലാപം സൃഷ്ടിക്കുമ്പോൾ നാം സ്വയം പരിഹാസ്യരാവുകയാണ് എന്നും ബ്രിട്ടാസ്. കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ ഗ്രാമത്തിന്റെ വിശുദ്ധിയും ചരിത്രവും സംസ്കാരവും ജീവിതവും തന്റെ ഓർമ്മകളിലൂടെ വായനാനുഭവമാക്കി വായനക്കാരിൽ എത്തിക്കുകയാണ് പ്രമുഖ മാധ്യമപ്രവർത്തകൻ PV കുട്ടൻ തന്റെ പടവിറങ്ങി അഞ്ജനപ്പുഴ എന്ന പുസ്തകത്തിലേക്ക്. പടവിറങ്ങി അഞ്ജനപ്പുഴയിലേക്ക് എന്ന പുസ്തകത്തിലൂടെ TV രാജേഷ് MLA നൽകി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ ബ്രിട്ടാസ് പുസ്തകം പ്രകാശനം ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരളത്തിൽ ഇപ്പോൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്. പ്രതിരോധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും രീതികൾ പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ആർത്തവ രക്തത്തിന്റെ പേരിൽ തെരുവിലിറങ്ങുമ്പോൾ നാം സ്വയം അപഹാസ്യരാവുകയാണെന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു. അമർത്യാസൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ നെറുകയിൽ സ്ഥാനം പിടിക്കുന്ന കേരളം എന്നുള്ള ഭൂമികയ്ക്ക് ഇന്നെന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് സംഭവ പരമ്പരകളിലൂടെയാണ് നമ്മൾ കടന്നത്. P. ജയരാജൻ, എനിക്ക് താങ്കളുടെ ബഹുമാനം. താങ്കളുടെ ഈ വലത് കൈപ്പത്തി തന്നെയാണ് ഒരുപക്ഷെ കണ്ണൂർ ജില്ല സുരക്ഷിതമാണെന്നുള്ള ഒരു സന്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, അവിടെയൊക്കെ താക്കൂർമാർ ഒരു ഭാഗത്തും ദളിതർ മറ്റൊരു ഭാഗത്തും ബ്രാഹ്മണർ ഏതെങ്കിലും ഒരു ഭാഗത്തും മാത്രം
അവർക്കിടയിൽ ഉയരുന്ന പ്രതിബന്ധങ്ങൾ, അവർക്കിടയിൽ യാതൊരു സംഭാഷണവുമില്ല, സംസാരവുമില്ല. മനുഷ്യരെ ജാതികളായി തിരിച്ച്, മതങ്ങളായി വേർതിരിച്ച്, കലാപങ്ങൾ സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കെട്ടിപ്പൊക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. രാജ്യത്ത് ഇന്ന് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വ്യാജ വാർത്തകളാണ്. അതിനായി BJP പ്രത്യേകം ഓഫീസ് വരെ ആരംഭിച്ചു കഴിഞ്ഞു. ഹിറ്റ്ലർ തൻ്റെ കാലത്ത് നടപ്പിലാക്കിയ പല രീതികളുടെയും ഇന്ത്യൻ പരിഭാഷയാണ് നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ തുടങ്ങി പാർട്ടിയുടെ പേരിൽ പോലും ഈ സാമ്യതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ മുഖ്യാതിഥിയായി. ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്ന നാടാണ് കണ്ണൂർ. അതുകൊണ്ടാണ് കോൺഗ്രസും BJPയും സംഘം ചേർന്ന് ഒരു ജില്ലയെ തന്നെ കടന്നാക്രമിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് ജയരാജൻ അഭിപ്രായപ്പെട്ടു. വയോപരിധി കൂടാതെ സ്ത്രീകൾക്ക് പ്രവേശനമാവാം എന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് എന്തൊക്കെ വാർത്തകളാണ് വന്നത്. ഒരു ദിവസം എന്നോട് ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങളെ മകൻ്റെ ഭാര്യ അങ്ങോട്ട് പോകുന്നുണ്ടോ, എങ്ങനെയാണ്? അപ്പോൾ മകൻ്റെ ഭാര്യയെ ഞാൻ തീരുമാനിച്ചു. കാരണം കണ്ണൂരാണല്ലോ എല്ലാത്തിൻ്റെയും പ്രഭവ കേന്ദ്രം. അപ്പോൾ ഇപ്പോൾ ഈ 2 വനിതകൾ ശബരിമലയിലേക്ക് പോകുന്നതിന് പരിശീലനം കൊടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പ്രസ്താവിച്ചത്. നിങ്ങൾ കണ്ടിരിക്കും, കണ്ണൂരിൽ നിന്നാണ് പരിശീലനം. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി C. സത്യപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കവി രാവുണ്ണെ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു. TI മധുസൂദനൻ, KV ഗോവിന്ദൻ, K. പത്മനാഭൻ, P. സന്തോഷ്, മനോഹരൻ മൊറായി, PK ബൈജു, സതീഷ് K. സതീഷ്, സജീവൻ മാണിക്കോത്ത്, അഞ്ജന ശശി, സജീവ് കുമാർ, KV സുനികുമാർ, എബ്രഹാം മാത്യു എന്നിവർ സംസാരിച്ചു. പുസ്തകരചയിതാവ് PV കുട്ടൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സംസ്ഥാന കായകൽപ്പം അവാർഡിൽ മികച്ച നേട്ടവുമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. സബ് ജില്ലാ തലത്തിൽ 2ാം സ്ഥാനമാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചത്. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, ശുചിത്വ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കായകൽപ്പ്. സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും സംസ്ഥാനതല പരിശോധനകൾക്കും ശേഷമാണ് സബ് ജില്ലാതലത്തിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ഉയർത്തുവാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നതിനിടയിലാണ് കായകൽപ്പ അവാർഡ് കൂടി ഈ ആശുപത്രിയെ തേടിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കടന്നപ്പള്ളിയിൽ BJP നേതാവിന്റെ വീടിനു നേരെ അക്രമം. BJP കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും വെള്ളാളത്ത് ശിവക്ഷേത്ര പരിസരത്തെ താമസക്കാരനുമായ KV ഉണ്ണികൃഷ്ണന്റെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് BJPയുടെ പ്രസിഡന്റാണ് KV ഉണ്ണികൃഷ്ണൻ. അക്രമത്തിൽ വീടിന്റെ ജനൽച്ചില്ലുകൾ തകർന്നു. തനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ഭീഷണി ഉണ്ടായിരുന്നതായി KV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അത് ഈ ഭീഷണിപ്പെടുത്തിയത് കടയിൽ നിന്നായിരുന്നു. എനിക്ക് യാത്ര ഉള്ള എൻ്റെ ആയുർവേദ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ആയുർവേദ ഷോപ്പിൽ വെച്ചിട്ട് മിനിഞ്ഞാന്ന് ഒരു CPMൻ്റെ പ്രകടനം നടക്കുമ്പോൾ അതിനകത്തുനിന്ന് കുറേ ആൾ കൂടി വന്ന് കടയിൽ കയറി കുറേയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തിരിച്ചു പോയിരുന്നു. അപ്പോൾ കട വീണ്ടും തുറക്കാൻ നാളെ, അതായത് ഇന്നലെ ഹർത്താലായിരുന്നു. ഹർത്താൽ ദിവസം കട തുറന്നിട്ടില്ലെങ്കിൽ ഞങ്ങളിനി തുറക്കാൻ വിടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്നലെ ഹർത്താലായിരുന്നു. ഇന്നലെ രാത്രി ആണ് 2 മണിക്ക് സമയത്ത് ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ പരിയാരം പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഇദ്ദേഹത്തിന്റെ പിലാത്രയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ കടക്ക് നേരെയും അക്രമമുണ്ടായി. ഖാദി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ മാസം 11-ന് തിരുവനന്തപുരത്ത് ഖാദി ബോർഡ് യോഗം ചേരും. ഖാദി മേഖല നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കെട്ടിക്കിടക്കുന്ന തുണിത്തരങ്ങൾ വിറ്റഴിക്കുവാനുള്ള പദ്ധതികൾക്കും യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതീക്ഷ. പയ്യന്നൂർ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്. സംസ്ഥാനത്ത് വലിയ തോതിൽ ഖാദി തുണിത്തരങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ഇവയെല്ലാം മേളകൾ നടത്തിയും മറ്റു വിപണന രീതികൾ വഴിയും വിറ്റഴിക്കുമെന്നാണ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ശോഭന ജോർജ് പ്രഖ്യാപിച്ചിരുന്നത്. പയ്യന്നൂരിലേതുൾപ്പെടെയുള്ള ഖാദി സ്ഥാപനങ്ങൾ സന്ദർശിച്ച് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞതിനു ശേഷമായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഇതിനുള്ള തീരുമാനവും 11-ന് നടക്കുന്ന ഖാദി ബോർഡ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഖാദി മേഖലയിലെ തൊഴിലാളികളുടെ പ്രതീക്ഷ. പയ്യന്നൂർ ഖാദിയിലും ഏകദേശം 25 കോടിയിലേറെ രൂപയുടെ തുണിത്തരങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേക വിൽപ്പനമേള നടത്തിയാൽ ഇവിടുത്തെ വലിയൊരു പ്രതിസന്ധിക്ക് തന്നെ പരിഹാരമായേക്കാം.
ആവശ്യത്തിന് സ്ലൈവർ ഇല്ലാത്തതിനാൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലെ മുഴുവൻ തൊഴിലാളികൾക്കും നിലവിൽ തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. സ്ലൈവർ ലഭ്യമാകുന്ന കാങ്കോൽ പരുത്തി സംസ്കരണ യൂണിറ്റിൽ ഈ മാസത്തെ കോട്ടൺ ഇതുവരെയായും എത്തിയിട്ടില്ല. 20 ലക്ഷം രൂപയുടെ കോട്ടനാണ് പ്രതിമാസം ഇവിടെ സംസ്കരിച്ചെടുക്കുന്നത്. സംസ്ഥാനത്തെ ഖാദി ഉൽപ്പാദനവും തൊഴിലും വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യമിട്ടാണ് ഇതര സംസ്ഥാന ഖാദിക്ക് റിബേറ്റ് അനുവദിക്കേണ്ടെന്ന തീരുമാനമുണ്ടായത്. ഇത് നിലവിൽ വന്നതാണെങ്കിൽ റിബേറ്റ് തുടങ്ങി 15 ദിവസം പിന്നിട്ട ശേഷവുമാണ്. അതുവരെ നൽകിയ റിബേറ്റ് അനുവദിച്ചു കൊടുക്കുവാനുള്ള നടപടിയും ഖാദി ബോർഡ് യോഗത്തിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് നവീകരണം പൂർത്തിയാക്കിയത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ശേഷം ശനിയാഴ്ച തുറന്നുകൊടുക്കും. ടി വി രാജേഷ് MLA ആണ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ബസ് സ്റ്റാൻഡ് അടച്ച് നിർമ്മാണം തുടങ്ങിയത്. 2 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞെങ്കിലും 10 മാസം വേണ്ടി വന്നു ബസ് സ്റ്റാൻഡിൻ്റെ പണി പൂർത്തിയാക്കാൻ. ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു. 1,35 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നുമാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി നീക്കിവെച്ചത്. ബസ് സ്റ്റാൻഡ് അടച്ചിട്ടതോടെ ജനങ്ങൾ കടുത്ത ദുരിതമാണ് അനുഭവിച്ചത്. മെയിൻ റോഡിൽ വാഹന ഗതാഗതവും രൂക്ഷമായിരുന്നു. പഴയങ്ങാടിയിലെത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം പോലും ഇതിനിടെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഹർത്താലിന്റെ മറവിൽ വിവിധ ജില്ലകളിൽ ഡിവൈഎഫ്ഐ ഓഫീസുകൾക്കും പൊതിച്ചോറ് വിതരണത്തിനു നേരെ നടന്ന അക്രമ സംഭവത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KP മാധു യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിന്റെ മറവിൽ ഡിവൈഎഫ്ഐ ഓഫീസുകൾക്കും പൊതിച്ചോറ് വിതരണത്തിന് എതിരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചും മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും സാധാരണക്കാരെയും ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചതിലും പ്രതിഷേധിച്ചാണ് താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അക്രമകാരികളെ ഒറ്റപ്പെടുത്തുക, ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KP മധു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഈ വനിതാ മതിലിനെ സംബന്ധിച്ച് കോൺഗ്രസ് അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വനിതാ മതിൽ പൊളിഞ്ഞുപോയി, ഇതിൽ സ്ത്രീകൾ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളെ വിട്ടുകളാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഒരു ഭാഗത്ത് UDF-ഉം മറുഭാഗത്ത് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അമിതമായിട്ടുള്ള അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും വനിതാ മതിൽ ഒരു മതിലായിരുന്നില്ല. VK നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP അനൂപ്, AV രഞ്ജിത്ത്, PP അനീഷ, വിദ്യ, ഷിജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കൃഷിനിലം കുഴിച്ച് മണലെടുത്ത് മീൻ വളർത്ത് കേന്ദ്രമാക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമിരമ്പി. പ്രതിഷേധം കടുത്തതോടെ നീലം പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കുഴിച്ചെടുത്ത മണൽ തിരികെ ഇടാനുള്ള പ്രവൃത്തിയും ആരംഭിച്ചു. നെൽപ്പാടം കുഴിച്ച് ചെമ്മീൻ പാടം ഉണ്ടാക്കിയതിനെ തുടർന്ന് ജനരോക്ഷമുയർന്നപ്പോൾ ഭൂവുടമകൾ ഇതിൽ നിന്നും പിന്തിരികയായിരുന്നു. ജനശ്രദ്ധ മാറിയപ്പോൾ എടുത്ത മണൽ തൊഴിലാളികളെ ഉപയോഗിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുവാനുള്ള ശ്രമവും ആരംഭിച്ചു. എന്നാൽ JCB ഉപയോഗിച്ച് മണ്ണെടുത്ത് അപകട ഭീഷണിയായി മാറിയ സ്ഥലത്ത് അന്യദേശ തൊഴിലാളികളെ വെച്ച് തലച്ചുമടായി മണ്ണിട്ട് നികത്തുന്നത് പ്രഹസനമാണെന്നും JCB തന്നെ വന്ന് മണ്ണിടിച്ച് നികത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി. രൂപ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ, 4 ഭാഗം വെള്ളത്താനില്ല. അപ്പോൾ വെച്ചാൽ ഉപ്പുവെള്ളം കിട്ടിയ കഴിഞ്ഞ് ഇത് ഇപ്പം തന്നെ ഈ വീട്ടിലാണ് ഉപ്പുവെള്ളം, ഇതിൻ്റെ പരിസരം ഒരു 100 മീറ്റർ അകത്തുള്ള ഉപ്പുവെള്ളമാണ്. ഈ ഉപ്പുവെള്ളം കയറും തോറും മേലോട്ട് ഉപ്പുവെള്ളം വരും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി ഇത് പൂർവ്വസ്ഥിതി പറഞ്ഞാൽ പാടം പോലെയുണ്ട്. അതിനപ്പം മേലിന് മണ്ണെടുത്ത് ഇങ്ങനെ ഇടുമ്പോൾ കാരണം JCB ഉപയോഗിച്ച് ചെയ്യാം, മേലിന് മണ്ണെടുത്ത്. ഇടയിലക്കാട് പാലത്തിന് തെക്ക് ഭാഗത്തുള്ള പുഴയോരത്ത് ചേർന്നുള്ള 1 ഏക്കർ വിസ്തൃതിയുള്ള നെൽപ്പാടമാണ് മണലെടുത്ത് അപകട ഭീഷണിയുള്ള രീതിയിലാക്കി മാറ്റിയിട്ടുള്ളത്. ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന വിധം ആഴത്തിൽ കുഴിയെടുത്ത് സമീപത്തെ കിണറുകളിലടക്കം ഉപ്പുവെള്ളം കയറിയ സംഭവം നെറ്റ്വർക്ക് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. JCB ഏർപ്പാടാക്കാമെന്ന ഭൂവുടമ സമ്മതിച്ചതോടെ നാട്ടുകാർ തിരിച്ചു പോവുകയായിരുന്നു. വയലിന് കണക്ക് രജിസ്ട്രേഷൻ ഇതാക്കി. അപ്പം അവർ ഈ തണ്ടപ്പേപ്പർ കൊടുത്ത ഇടയിലെ കാട് വയലില്ല, പറമ്പാന്ന് പറഞ്ഞിട്ട് 60,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ഫീസ് ആദ്യം കൊടുത്ത് അത് ചെയ്യുന്നു. പിന്നെ ഈ അതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് അന്വേഷിക്കേണ്ട പ്രശ്നം വരുന്നില്ല. അതാ സംഭവം. തണ്ടപ്പേരിൽ പുഞ്ചേനാളുള്ളൂ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
തലമുറകളായി കൈവന്ന ചൂതുമാച്ചി നിർമ്മാണം തുടരുകയാണ് അന്നൂരിലെ KV ലക്ഷ്മി എന്ന 83-കാരി. അന്യം നിന്ന് പോകുന്ന ചൂതുമാച്ചി നിർമ്മാണത്തിൽ അഗ്രഗണ്യാണ് ഈ അമ്മൂമ്മ. കാലം എത്ര മാറിയാലും മാറാത്ത ചിലതുണ്ട്. തലമുറകളായി കൈമാറി വരുന്ന ചൂതുമാച്ചികൾക്ക് അന്നും ഇന്നും ആവശ്യക്കാരേറെ. അന്നൂർ യോഗിമഠത്തിന് സമീപത്തെ KV ലക്ഷ്മിക്ക് ചൂതുമാച്ചി നിർമ്മാണം ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ട് 7 ദശാബ്ദത്തോളം കാലമായി. കുലത്തൊഴിലായ ചൂതുമാച്ചി നിർമ്മാണം ഒരു കല കൂടിയാണ്. അധികമാർക്കും അത്ര എളുപ്പം പഠിച്ചെടുക്കാനാവാത്ത ചൂതുമാച്ചി ഉണ്ടാക്കൽ ഈ 83-കാരിയുടെ കൈകളിൽ ഭദ്രം. ഹൈന്ദവ ക്ഷേത്രങ്ങളിലും വീടുകളുടെ പൂജാമുറികളിലും മാത്രം ഉപയോഗിച്ചു വരുന്ന ചൂതുമാച്ചി ഉണ്ടാക്കുന്നത് അല്പം ശ്രമകരമായ ജോലി തന്നെയാണ്. വയലുകളിൽ മാത്രം കണ്ടുവരുന്ന ചൂതുചെടി പറിക്കുന്നത് മുതൽ മെടഞ്ഞെടുത്ത കയറിൽ മുറുക്കിയെടുക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ. ഒളവറ, തൃക്കരിപ്പൂർ, ഉണിക്കൂർക്കാവ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് ചൂത് ശേഖരിക്കുന്നത്. കന്നി, തുലാം, വൃശ്ചിക മാസങ്ങളിൽ മാത്രം ലഭിക്കുന്ന ഈ ചെടികൾ വയലിലൂടെ നടന്നു വേണം പറിച്ചെടുക്കാൻ. അത് അത്ര എളുപ്പവുമല്ല. ലക്ഷ്മിയുടെ മകൾ തമ്പായിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചെടി കൊണ്ടുവന്ന് വെയിലിൽ 3 ദിവസം ഉണക്കും. പിന്നീട് 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട ശേഷം പോളയും ഞെട്ടും കളയും. അമ്മ, കുഞ്ഞാക്കവും അവരുടെ മുൻ തലമുറക്കാരും പകർന്നു നൽകിയതാണ് ലക്ഷ്മി അമ്മയുടെ ചൂതുമാച്ചിയുടെ നിർമ്മാണ പാഠങ്ങൾ. തന്റെ 12-ാം വയസ്സിൽ തുടങ്ങിയ തൊഴിലിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇവർ പ്രായത്തിന്റെ അവശതകളെ വകവയ്ക്കാതെ ചൂതുമാച്ചികൾ ഉണ്ടാക്കുന്നു. അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും മകൾ തമ്പായി തന്നെയാണ് ചൂതുമാച്ചിയുടെ എല്ലാ ഘട്ടത്തിലും സഹായിയായി ഉള്ളത്. അമ്മ 15 വയസ്സിൽ തുടങ്ങിയതാണ് ഇത് ചെയ്യാൻ. ഇനി പിന്നെ തലമുറകളായി കിട്ടിയതാണ് ഇത് ഈ അമ്മയുടെ പണി. അതുകൊണ്ട് അമ്മക്കാവുന്നത്ര അമ്മ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ഞാനും പിന്നെ ഒരു കുറേ കൊല്ലമായി ഞാനും ചെയ്യുന്നു. 10-30 കൊല്ലമായി ഞാനും ചെയ്യുന്നു. ഇപ്പം പിന്നെ അമ്മക്കാവാത്ത കാര്യമെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു. അതുപോലെ പിന്നെ അമ്മ പണ്ടെല്ലാം ചൊറച്ച് മാച്ചിയെല്ലാം ആക്കിയിട്ട് നമുക്ക് തരുന്നതാണ്. ഇപ്പം അമ്മക്ക് അങ്ങനെ ചൊറക്കാനൊന്നും ആവുന്നില്ല. അതുകൊണ്ട് ആ ചൊറക്കുന്ന പണിയെല്ലാം ഞാൻ തന്നെ ചെയ്യൽ. ഇപ്പോൾ അതുമാതിരി ഞാൻ ചെയ്യും. കയറ് വിരിക്കും, മാച്ചി ചൂതിൻ്റെ ഞെട്ട് കളയും, പോള കളയും, ചൊറക്കും ചെയ്യും. നമ്മളെ നാട്ടിൽ എല്ലാവരും ആവശ്യക്കാരുണ്ട്. ഇവിടെ അമ്പലത്തിലെല്ലാം കൊണ്ടുപോയാലും എല്ലാം എടുക്കും. നമ്മൾ അടുത്ത വീട്ടിലത്തെ അമ്പലത്തിലെല്ലാം ഞാൻ തന്നെ കൊടുക്കൽ. ആ അമ്പലത്തിൽ കൊടുക്കുന്നതിന് പിന്നെ അങ്ങനെ പൈസ മേടിക്കില്ല. ദൂരം തൊപ്പം മേടിക്കുന്നതിന് മാത്രമേ പൈസ മേടിക്കുള്ളൂ. ചൂതുമാച്ചി അതിന്റെ എല്ലാ പൂർണ്ണതയോടെയും കാണാൻ അമ്മയുടെ കൈതൊടണമെന്നാണ് തമ്പായി പറയുന്നത്. ഒരു ചൂതുമാച്ചിക്ക് നാഴിനെല്ല് കിട്ടിയ ഓർമ്മ ഇന്നും മായുന്നില്ല. 150 മുതൽ 200 വരെയാണ് ഇന്നത്തെ വില. പരിസരത്തെ ക്ഷേത്രങ്ങളിലെല്ലാം ഇവർ മാച്ചി ഉണ്ടാക്കി നൽകുന്നുണ്ട്. സ്ഥിരം ആവശ്യക്കാരായ കുറേയേറെ വീടുകളുമുണ്ട്. കുടക്കത്ത്, കൊട്ടണച്ചേരി, വണ്ണാടിൽ, കുണ്ടുവളപ്പ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെയും ഇവരുണ്ടാക്കുന്ന ചൂലുകളാണ് ഉപയോഗിച്ചു വരുന്നത്. ഒരേ വലിപ്പത്തിലുള്ള ചെടികൾ കൊണ്ടുണ്ടാക്കി മെടഞ്ഞെടുക്കുന്ന ചൂതുമാച്ചി പൂർത്തിയായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ്. ഒരു ദിവസം 5-6 ചൂലുകൾ വരെ ഉണ്ടാക്കാമെന്ന് ഇവർ പറയുന്നു. ഇങ്ങനെയുണ്ടാക്കുന്ന ചൂതുമാച്ചികൾ 4-5 വർഷം വരെ നിലനിൽക്കുമെന്ന് ലക്ഷ്മി അമ്മയുടെ ഗ്യാരണ്ടി. തലമുറകളായി ചൂതുമാച്ചികൾ നിർമ്മിക്കുന്ന കുടുംബമാണ് ലക്ഷ്മി അമ്മയുടേത്. 83 വയസ്സിലും ഈ അമ്മയുടെ ആവേശം ചോരുന്നില്ല. പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള ചൂതുമാച്ചികൾ ഈ കുടുംബമാണ് ഉണ്ടാക്കി നൽകുന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ശ്രീലേഖ രാകേഷ്, നെറ്റ്വർക്ക് ന്യൂസ്. ആധുനിക സൗകര്യങ്ങളോടുകൂടി പയ്യന്നൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുങ്ങി.
നഗരത്തിലെ പ്രധാന ജംഗ്ഷനായ BKM ജംഗ്ഷനിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സി കൃഷ്ണൻ MLA നാടിന് സമർപ്പിച്ചു. ടൗണിലെ പ്രധാന ജംഗ്ഷനായ സെന്റ് മേരീസ് ജംഗ്ഷനിൽ നഗരസഭ ആധുനിക സംവിധാനങ്ങളോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. തൃക്കരിപ്പൂർ, രാമന്തളി, എട്ടിക്കുളം, കൗവായി റെയിൽവേ സ്റ്റേഷൻ മേഖലകളിൽ നിന്ന് പയ്യന്നൂരിലെത്തുന്ന യാത്രക്കാർക്ക് ദേശീയപാതയിലേക്ക് കടന്നുപോകുന്ന ബസ്സുകളിൽ കയറാനുള്ള പ്രധാന ജംഗ്ഷനാണ് സെന്റ് മേരീസ് സ്കൂൾ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്നാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, FCI ഗോഡൌൺ എന്നിവിടങ്ങളിലേക്കുള്ള റോഡും കടന്നുപോകുന്നത്. ഇടുങ്ങിയ ഒരു ജംഗ്ഷനായിരുന്നു ഇത്. നഗരസഭയും MLAയും ഇടപെട്ട് ടൗൺ വികസനത്തിന്റെ ഭാഗമായി ഏറ്റവും വീതി കൂടിയ ജംഗ്ഷനാക്കി ഇതിനെ മാറ്റുകയായിരുന്നു. പരേതനായ PV കുഞ്ഞിരാമന്റെ കുടുംബം വിട്ടുകൊടുത്ത സ്ഥലത്താണ് നഗരസഭ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. സെന്റ് മേരീസ് സ്കൂൾ സ്ഥലം കൂടി വിട്ടുകൊടുത്തതോടെ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ വഴിയൊരുങ്ങുകയായിരുന്നു. ഇപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും FM റേഡിയോ സൗകര്യവും ഇതിലുണ്ട്. അടുത്ത ദിവസം ഫ്രീ വൈഫൈ സംവിധാനവും ശുദ്ധജല വിതരണ സംവിധാനവും ഏർപ്പെടുത്തും. നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. അതോടൊപ്പം തന്നെ ഇതിന് സ്ഥലം മറ്റ് സഹായങ്ങൾ ചെയ്യുന്നതിന് കൗൺസിലർമാർ, സ്ഥിരം സമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാൽപന്തുകളി കയ്യാങ്കളിയായി. കാണികൾ കളിക്കളം കയ്യേറി. തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ മുനവീർ സിറ്റി തൃക്കരിപ്പൂരിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സെവൻസ് ടൂർണമെന്റ് സെമി ഫൈനൽ മത്സരമാണ് കളി തീരാൻ 7 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ കയ്യാങ്കളിയായി മാറിയത്. ഹിറ്റാച്ചി FC തൃക്കരിപ്പൂരും AFC ബീരച്ചേരിയും തമ്മിൽ ഏറ്റുമുട്ടിയ സെമിഫൈനൽ മത്സരത്തിൽ 2 ഗോളിന് ഹിറ്റാച്ചി FC മുന്നിട്ട് നിൽക്കെയാണ് അസ്വാരസ്യം ഉടലെടുത്തത്. ഗോൾ മടക്കാനുള്ള AFC ബീരച്ചേരിയുടെ ശ്രമം പരാജയപ്പെട്ടതോടെ ഫൗളും കയ്യാങ്കളിയുമായതോടെ കാണികൾ ഗ്രൗണ്ട് കയ്യേറി. ഇത് സംഘർഷഭീതി പരത്തി. ചന്തേര പോലീസ് സ്ഥലത്തെത്തിയതോടെ രംഗം ശാന്തമായി. കളി പൂർത്തിയാക്കാത്ത നിലയിൽ കമ്മിറ്റിയെടുത്ത തീരുമാനപ്രകാരം 7 മിനിറ്റ് ബാക്കി നിൽക്കെ 2 ഗോളിന് മുന്നിട്ട് നിന്ന ഹിറ്റാച്ചി FC ഫൈനലിൽ കടന്നതായി സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കോഴി ബസാറിൽ ബസ് സ്റ്റോപ്പിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന തെങ്ങുകൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. തെങ്ങ് വീണ് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സംഭവം പതിവായി. തെങ്ങ് മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോഴി ബസാറിലെ ബസ് സ്റ്റോപ്പിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന തെങ്ങുകളാണ് ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടേതാണ് തെങ്ങുകൾ. എന്നാൽ തെങ്ങിൽ നിന്നും ഉണങ്ങിയ തേങ്ങയും ഓലയും വീഴുന്നത് യാത്രക്കാരുടെ തലയിലും വാഹനങ്ങളിലുമാണ്. തേങ്ങ തലയിൽ വീണ് നിരവധി പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ തലനാരിഴ വ്യത്യാസത്തിൽ ഇതിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ എണ്ണവും നിരവധിയാണ്. ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഈ സൈഡിൽ വന്ന് നിൽക്കുന്നതാണ്. നാളെ എൻ്റെ തലയിലും വീഴേണ്ടായിരുന്നു. ആ നാരായിട്ട് ഇറങ്ങാൻ നേരത്തൊക്കെ വീഴേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇത് മുറിച്ച് മാറ്റേണ്ടത് തന്നെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അല്ലാതെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആൾക്കാർ എപ്പോഴും നീങ്ങിക്കൊടുന്നാണ്. ഈ കടകളാണ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴൊക്കെ എപ്പോഴും തലയിൽ വീഴും. തെങ്ങിപ്പോൾ ആരാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആരേ ആവൂല. ഇതിപ്പോ റോഡ് സൈഡിനായി. ഇപ്പൊ കട മാത്രമേ കടമൊക്കെ ബാക്കിയുള്ളതെല്ലാം വെളിയിലേക്ക്. തെങ്ങിന്റെ ചുവട്ടിലാണ് ഓട്ടോ സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും സമീപവാസികൾ ഒന്നടങ്കം പറയുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മൂല്യവർദ്ധിത ഭക്ഷണമായ ചക്കയ്ക്ക് ഇനി വസന്തകാലം ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ് വലിയപറമ്പ് ഇടയിലക്കാട്ടെ കൂട്ടായ്മ. 5 ഏക്കറിൽ 500ഓളം പ്ലാവ് വെച്ച് ചക്കവനം പദ്ധതിക്ക് തുടക്കമിടും. ഇടയിലക്കാട്ടിലുള്ള ഈ 5 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ചക്കവനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് ചക്കവനം എന്നുള്ളത്. കാരണം മുമ്പ് നമ്മുടെ കർഷകരൊക്കെ ചക്കയായിരുന്നു യഥാർത്ഥ ഭക്ഷണം. വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട്ടിലാണ് വ്യത്യസ്തവും ആകർഷകവുമായ ചക്കവനം പദ്ധതി ഒരുങ്ങുന്നത്. നാഗവനം പരിസരത്തെ വേണുഗോപാല ക്ഷേത്രത്തിനരികിലാണ് 7 പേരടങ്ങുന്ന കൂട്ടായ്മയിൽ 5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 5000ഓളം പ്ലാവിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നത്. മജീദ് ഹാജി, അമ്പൂഞ്ഞി, സതീശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാകുന്നത്. എന്നുള്ള ഒരു സംഘടനയാണ് ഞങ്ങൾക്ക് ഇതിന് പ്രോത്സാഹനം തരുന്നത്. എൻ്റെ ചക്കക്കുരുവൊക്കെ അവരാണ് തയ്യാക്കിയിട്ട് ഞങ്ങൾക്ക് 1000 ചക്കത്തൈ ഇപ്പം തരാമെന്ന് പറഞ്ഞ് വീണ്ടും 4000 ചക്കത്തൈ വീണ്ടും തരാമെന്ന് അവർ ഉറപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം 5000 തൈ നടത്തും. 5000 തൈ നടാണ്ട ഉദ്ദേശമാണ്. ചക്കവനത്തിനായി ആവശ്യമായ 5000ഓളം പ്ലാവിൻ തൈകളും എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരുന്നത് ചക്രവളം എന്ന സംഘടനയാണെന്ന് മജീദ് ഹാജി പറഞ്ഞു. 10 ദിവസത്തിനകം പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
രാമന്തളി പഞ്ചായത്തിലെ കുരങ്ങു ശല്യത്തിനെതിരെ വ്യത്യസ്ത സമരവും മാർഗവുമായി ഏഴിമല പരുത്തിക്കാട് സഞ്ജീവനി പുരുഷ സ്വയം സഹായ സംഘം 1.5 ഏക്കർ സ്ഥലത്ത് കപ്പ കൃഷി ചെയ്ത് രാവും പകലും കാവലിരിക്കുകയാണ് ഈ കൂട്ടായ്മ. ഏഴിമല നാവിക അക്കാദമിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലുള്ളവർ കുരങ്ങിന്റെയും മുള്ളൻപന്നിയുടെയും ശല്യത്തിൽ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പഞ്ചായത്തിനും വനംവകുപ്പിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒടുവിൽ വനംവകുപ്പ് കെണിവെച്ച് കുരങ്ങിനെ പിടിച്ചപ്പോൾ മൃഗസ്നേഹികൾ എത്തി ഇവയെ മോചിപ്പിച്ചു. ഇതോടെ ഇവിടുത്തുകാരുടെ ജീവിതം വീണ്ടും കുരങ്ങ് ശല്യഭീതിയിലായി. ഇതിനെതിരെയാണ് വ്യത്യസ്ത സമരമാർഗവുമായി സഞ്ജീവനി പുരുഷ സ്വയം സഹായ സംഘം രംഗത്തെത്തിയത്. തരിശായി കിടന്ന 1.5 ഏക്കർ സ്ഥലം ഉടമസ്ഥരിൽ നിന്ന് അനുവാദം വാങ്ങി മണ്ണ് പാകപ്പെടുത്തി തടമെടുത്താണ് ഇവർ കപ്പമൂട് വെച്ചത്. കപ്പ തഴച്ചു വളർന്നതോടെ കുരങ്ങന്മാരും മുള്ളൻപന്നികളും കൂട്ടത്തോടെ ഇവിടെയെത്തി കിഴങ്ങ് തിന്നാൻ തുടങ്ങി. 100ഓളം പഴയ സാരികൾ ഉപയോഗിച്ച് സ്ഥലത്തിനു ചുറ്റും കൂറ്റൻ വേലികൾ തീർത്തു. പിന്നീടും കുരങ്ങ് ശല്യം തുടർന്നതോടെ ഏറുമാടവും കുടിലും കെട്ടി ജോലി ഉപേക്ഷിച്ച് കാവലിരിക്കാൻ തുടങ്ങി. നേവൽ അക്കാദമിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടവരാണ് ഇവർ. ഇവരുടെ നിശ്ചിതാർത്ഥ്യത്തിനു മുന്നിൽ വാനര സൈന്യവും പിന്മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് തങ്ങളുടെ പ്രതിഷേധം കൂടിയാണെന്ന് സംഘം സെക്രട്ടറി പി പ്രശാന്ത് പറയുന്നു. സഞ്ജീവനി പുരുഷ സ്വയം സഹായം നമ്മൾ ഈ സംഘം തുടങ്ങിയിട്ടില്ല. ഈ സംഘത്തിൻ്റെ 1 വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ നമ്മൾ മുമ്പേ തന്നെ കപ്പ കൃഷിയാണ് ഫസ്റ്റ് തന്നെ തുടങ്ങിയത്. മണ്ണിലേക്ക് ഇറങ്ങുക, നമ്മളെ കൃഷിയിലേക്ക് തന്നെ ഫസ്റ്റിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കപ്പ കൃഷി വെച്ചിട്ടുണ്ട്. 1.5 ഏക്കറോളം തരിശു കിടക്കുന്ന ഭൂമിയിൽ നമ്മൾ തന്നെ വെട്ടിത്തെളിച്ച് സ്ഥലം വിടുമ്പോൾ നമുക്ക് വാടകയ്ക്ക് നിലയിൽ അവർ ആ ഒരു ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥലം വിട്ടുതരികയും നമ്മൾ തന്നെ മനുഷ്യാധ്വാനം മാത്രം മുതലിറക്കിക്കൊണ്ട് ഒരു 1.5 ഏക്കർ സ്ഥലത്തോളം 1000-ലധികം കപ്പയുടെ മൂടുകൾ വെച്ചുകൊണ്ട് ഒരു കപ്പ കൃഷി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വിളവെടുപ്പ് അടുത്ത ഞായറാഴ്ച നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്താണ്. ഇവർക്ക് പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്നതും ഇവരുടെ ആത്മവിശ്വാസം വളർത്തുകയാണ്. ഞായറാഴ്ച വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ. കൂടാതെ കൃഷി വ്യാപകമാക്കാനുള്ള തയ്യാറെടുപ്പും ഇവർ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ EA കൃഷ്ണന്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ച കോൽക്കളി, ചരടുകുത്തിക്കളി അരങ്ങേറ്റവും KV മണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച ചെണ്ടമേള അരങ്ങേറ്റവും ജനുവരി 6 ഞായറാഴ്ച പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ സന്ദർഭത്തിൽ രാവിലെ 8 മണിക്ക് 6-ാം തീയതി രാവിലെ 8 മണിക്ക് കളരിയിൽ എന്ന ചടങ്ങോട് കൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന സേവയും. പരിപാടിയോടനുബന്ധിച്ച് രാവിലെ 8 മണിക്ക് കളരി തൊഴൽ, പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കോൽക്കളി സേവ എന്നിവ നടക്കും. ചടങ്ങിൽ വെച്ച് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മികച്ച വിജയം നേടിയ ആതിര വിജയകുമാറിനെ ആദരിക്കും. ഗുരുക്കന്മാരെയും ആദരിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി U നാരായണൻ, EA കൃഷ്ണൻ, EA ബാലൻ, VP സുനിൽകുമാർ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. അൽബിർ കാസർഗോഡ് ജില്ലാ കിഡ്സ് ഫെസ്റ്റ് ജനുവരി 5-ന് ഉദനൂർ ഖാദിമുൽ ഇസ്ലാം അൽബഷ് പ്രീ സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന 168 അൽബിർ പ്രീ സ്കൂളുകളെ 9 സോണുകളാക്കി തിരിച്ചാണ് ഈ വർഷം കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. 22 പ്രീ സ്കൂളുകളിൽ നിന്നായി 500-ലധികം കുഞ്ഞു പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കാസർഗോഡ് ജില്ലാ എ സോൺ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം രാവിലെ 9 മണിക്ക് NA നെല്ലിക്കുന്ന് MLA നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനാകും. ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം മുൻ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അത്താഉല്ലാഹ് മാസ്റ്റർ, ബഷീർ അഹമ്മദ്, ജാബിർ ഹുദവി, K അബ്ദുൽ ഖാദർ, MTP ബഷീർ, മുനീർ മാസ്റ്റർ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ സിൽവർ സ്റ്റാർ സ്പോർട്സ് ക്ലബ് മൈതാനിയുടെ 43ാമത് വാർഷിക പരിപാടികൾ ഇളമ്പച്ചിയിൽ നടക്കും. ജനുവരി 6-ന് കെട്ടിട ഉദ്ഘാടനം, വാർഷികാഘോഷം, ഇശൽ നൈറ്റ് എന്നിവ നടക്കും. ഉദ്ഘാടനം MLA രാജഗോപാൽ നിർവഹിക്കുന്നു. ശിലാസ്ഥാപനം പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ. അതേപോലെ പരിപാടിയിൽ
ജില്ലാ പഞ്ചായത്ത് മെമ്പർ PP മുസ്തഫ, പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഹൗസിയ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക മേഖലയിൽ 43 വർഷത്തെ പാരമ്പര്യവുമായി സിൽവർ സ്റ്റാർ മൈതാനി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടിയാണ് നടത്തുന്നത്. ഉദ്ഘാടനവും പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും പ്രഗത്ഭർ അണിനിരക്കുന്ന ഇശൽ നൈറ്റും ഇതോടനുബന്ധിച്ച് നടത്തുന്നു. പരിപാടിയോടനുബന്ധിച്ച് ജനുവരി 6-ന് ന്യൂ ഇയർ കപ്പ് സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് എളമ്പച്ചി മിനി സ്റ്റേഡിയത്തിൽ നടക്കും. വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക പരിപാടി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിക്കും. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വിജയികളായവരെ അനുമോദിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി TM മുസ്തഫ, AK ഫസൽ, M. മുഹമ്മദ്, S. ആസിഫ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണപുരം ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ജനുവരി 6, 7 ഞായർ, തിങ്കൾ തീയതികളിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പഴയങ്ങാടി കോഴി ബസാർ പാലത്തിനു സമീപം കാറിടിച്ച് തമിഴ് ബാലൻ മരിച്ചു. 2 പേർക്ക് പരിക്ക്. പ്രതിരോധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും രീതികൾ പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചുവെന്ന് ജോൺ ബ്രിട്ടാസ്. ആർത്തവ രക്തത്തിനു വേണ്ടി കലാപം സൃഷ്ടിക്കുമ്പോൾ സ്വയം പരിഹാസ്യരാവുകയാണ് നാം എന്നും ബ്രിട്ടാസ്. സംസ്ഥാന കായകൽപ്പം അവാർഡിൽ മികച്ച നേട്ടവുമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. സബ് ജില്ലാ തലത്തിൽ 2ാം സ്ഥാനമാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചത്. ഖാദി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ മാസം 11-ന് തിരുവനന്തപുരത്ത് ഖാദി ബോർഡ് യോഗം ചേരും. ഖാദി മേഖല നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് യോഗത്തിൽ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. തലമുറകളായി കൈവന്ന ചൂതുമാച്ചി നിർമ്മാണം തുടരുകയാണ് അന്നൂരിലെ KV ലക്ഷ്മി എന്ന 83-കാരി. അന്യം നിന്നു പോകുന്ന ചൂതുമാച്ചി നിർമ്മാണത്തിൽ അഗ്രഗണ്യാണ് ഈ അമ്മൂമ്മ. വാർത്താ നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.